ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്കൊരു ചിക്കൻ ചുക്ക റെഡിയാക്കിയാലോ. അതിനായി ആദ്യം നമുക്കൊരു സവാള, എരിവിന് ആവശ്യമായ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഒരു തക്കാളി എന്നിവ അരിഞ്ഞ് മാറ്റി വയ്ക്കാം. അതുപോലെ നമ്മുടെ മെയിൻ ഐറ്റമായ ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കാം. ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി കഴുകി വെച്ചിരിക്കുന്ന ചിക്കനിൽ അല്പം ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, അല്പം തൈര് എന്നിവ ചേർത്ത് മിക്സ് ചെയ്ത് 20 മിനിറ്റ് അടച്ചു വയ്ക്കുക. അടുത്തതായി ഒരു പാനിൽ ചുക്കയ്ക്ക് ആവശ്യമായ സവാള വഴറ്റിയെടുക്കാം. ആദ്യം 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ ശേഷം ഉള്ളി നല്ലോണം മൂപ്പിച്ചെടുക്കുക. ഉള്ളി കരിഞ്ഞു പോകാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഉള്ളി നല്ലോണം മൂത്ത് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കുക. അതിനുശേഷം മറ്റൊരു പാനിൽ 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിക്കുക. കൂടെ അല്പം ചില്ലി ഫ്ലേക്സ് കൂടി മൂപ്പിച്ച ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എന്നിവ ചേർത്ത് ചെറുതായി വഴറ്റുക. അടുത്തതായി അല്പം മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് പച്ചമണം മാറും വരെ മൂപ്പിച്ചെടുക്കുക. ആവശ്യമെങ്കിൽ അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം തക്കാളി ചേർത്ത് നന്നായി വഴറ്റുക. തക്കാളി വഴറ്റുമ്പോൾ വേണമെങ്കിൽ അല്പം വെള്ളം കൂടി ചേർക്കാം. തക്കാളി വഴണ്ടതിന് ശേഷം മാരിനേറ്റ് ചെയ്ത ചിക്കൻ പാനിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി ഇളക്കി അല്പം മുളക് പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല എന്നിവ ചേർത്തിളക്കി ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, മീഡിയം ഫ്ലെയിമിൽ വേണം ചിക്കൻ വേവിച്ചെടുക്കാൻ. ചിക്കനിൽ നിന്ന് വെള്ളം നല്ലപോലെ ഇറങ്ങുന്നതിനാൽ വേറെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് മൂപ്പിച്ച് വെച്ചിരിക്കുന്ന സവാള കൂടി ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വെള്ളം വറ്റിച്ച് കറി റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ലൈക്ക് ചെയ്ത് കമൻസ് കൂടി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് കൂടി ചെയ്യുക.